ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ലോഡായ ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ അവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ആപ്പ് ജോയി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പം ഗൈസ്, ഇനിയും നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ആൾ എന്നതും നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇങ്ങനെ എനേബിൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ജസ്റ്റ് സിമ്പിളാണ്. എല്ലാ ആപ്ലിക്കേഷനിലും എടുക്കുന്ന പോലെ നിങ്ങളുടെ ജിമെയിൽ വെച്ച് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഗൂഗിൾ വെച്ച് അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൂ കളർ വെച്ച് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ട്രൂ കളർ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ജിമെയിലാണോ ട്രൂ കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ട്രൂ കളർ വെച്ചാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ജിമെയിൽ വെച്ചും കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു paytm മണി ഏർണിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരുപാട് ഓഫേഴ്സുകൾ കാണാം. അതായത് നിങ്ങൾക്ക് 10,000 കോയിൻസ് കിട്ടുന്ന ഓഫേഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വാലറ്റിലേക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ നോക്കാം ഗൈസ്. അപ്പോൾ ഇത് മറ്റേ നിങ്ങൾക്ക് സർവേ ഉണ്ട്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ധാരാളം ഉണ്ട്. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഞാൻ ഒരു ഓഫർ ഇവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അതിന് ഫസ്റ്റ് കിടക്കുന്ന ആ ഓഫർ എന്നുള്ളിടത്ത് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതൊരു ഓഫർ വാളായിട്ട് തന്നെയാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അവർ പറയുന്ന ആ റൂൾസ് കംപ്ലീറ്റ് ചെയ്താണ്. അത് ചില ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ചിലത് വെറും സർവേകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന വഴി നിങ്ങൾക്ക് അവർ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന അത്രയും കോയിൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നു വെച്ചാൽ നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇതേപോലത്തെ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ കാണാം. അപ്പം ലാസ്റ്റായിട്ട് സർവേ എന്നുള്ളതും കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് 2-3 ഓഫറുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടുതലാവും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റിലത്തെ ലാസ്റ്റിലത്തെ നിന്ന് സർവേയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഓഫർ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സർവേ എല്ലാവർക്കും അറിയായിരിക്കും. ആ സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഉള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സർവേയുടെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു ഓഫർ വാളിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ക്രോം ബ്രൗസറിലേക്ക് ഓപ്പൺ ആയി പോകുന്നതായിരിക്കും. ജസ്റ്റ് ആ ഓഫർ വാൾ നിങ്ങളുടെ ഡയറക്റ്റായിട്ട് നിങ്ങൾ ക്രോം ബ്രൗസറിലേക്ക് പോകും. വൈറൽ 7082.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 3-4 സെക്കൻഡിനകം നിങ്ങൾ അതിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് എത്തും. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിലൂടെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഇതേപോലെ തന്നെ അക്കൗണ്ടുകൾ സൈനപ്പ് ചെയ്യുക. അതായത് ബാങ്കിങ് അക്കൗണ്ടുകളും അതേപോലെ തന്നെ ലേണിംഗ് ആപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പം പിന്നെ ഇവരെല്ലാം ന്യൂ യൂസേഴ്സ് അതായത് പുതിയതായിട്ട് ഇതുവരെയും ഈ ഒരു ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്യാത്തവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ലഭ്യമാവുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ധാരാളം ഓഫറുകളുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡായിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അടുക്കായിട്ട് നിങ്ങൾക്ക് ഒരു ക്വിസിൻ്റെ ടാബ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം ക്വിസുകൾ ലഭിക്കുക. ക്വിസുകളെല്ലാം കറക്റ്റ് ആൻസർ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്വിസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് Currica.com അല്ല ഇവർ QuizHost.com എന്ന് പറയുന്ന ഒരെണ്ണത്തിലാണ് കൊടുത്തിരുന്നത്. അപ്പം ഏതായാലും രണ്ടും കറക്റ്റായിട്ട് കോയിൻസൊക്കെ ആഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് അപ്പം ക്വിസൊക്കെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് നോക്കി. അപ്പോൾ അവർ സിമ്പിളായിട്ടുള്ള ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നുള്ള ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ദില്ലി കൊടുക്കുന്നു. നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് ഇവർ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം സൂപ്പറായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന. അടുത്ത് കണ്ട ക്യാപിറ്റൽ ഓഫ് നേപ്പാൾ. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം കാത്മണ്ഡു എന്നുള്ളത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാം സിമ്പിൾ, എല്ലാം ക്യാപിറ്റലൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് 100 പോയിൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ക്വിസും കൂടി ഒന്ന്
ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്ന ശേഷം നിങ്ങൾക്ക് നാലാമതായിട്ട് വാലറ്റിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്കും വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം പേടിഎം വിഡ്രോ ആകുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ ഗൂഗിൾ പേയിലൊക്കെ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 മണിക്കൂർ വരെ വിഡ്രോ ടൈമിങ് വരുന്നതാണ്. അപ്പം ഇതിനെ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ പേടിഎം ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പേടിഎം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ എത്ര കോയിൻ ഉണ്ടോ അത്രയും കോയിൻ, അതായത് നിങ്ങൾക്ക് 110 കോയിൻ ഉണ്ടെങ്കിൽ 1 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. അതായത് 550 കോയിൻ ഉണ്ടെങ്കിൽ 5 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. 1100 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയായിട്ടും വിഡ്രോ ചെയ്യാം. അപ്പം മിനിമം വിഡ്രോ 1 രൂപയാണ് വരുന്നത്. 110 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയായിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. നിങ്ങളിവിടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്തിട്ടതിന് ശേഷം എത്രയാണോ വിഡ്രോ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം വിഡ്രോ കോയിൻസ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു തുക നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമുക്കിവിടെ കോയിൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ വിഡ്രോ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്രോ ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രൂഫ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പോയാൽ എല്ലാവർക്കും ഇത് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് കോയിൻസ് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടേക്കാം. നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ചെയ്താൽ നോക്കിയാൽ മാത്രം മതി.